ഫുട്ബോൾ ലോകകപ്പിനുള്ള ടീമിൽ ഇടം നേടുന്ന ആദ്യ മലയാളിയായി തഹസീൻ മുഹമ്മദ്. ഖത്തർ ടീമിലാണ് തഹസീൻ ഇടം നേടിപ്പിടിച്ചത്. തലശ്ശേരിയിലെ ജംഷിദിന്റെയും വളപട്ടണം സ്വദേശി ഷൈമയുടെയും മകനാണ് തഹസീൻ. തഹസീൻ ജനിച്ചതും വളർന്നതുമെല്ലാം ഖത്തറിലാണ്. അനിൽ വാസുദേവ് തഹസീൻ്റെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അനിൽ, ഗുഡ് മോർണിംഗ്. നമുക്ക് ആത്മാഭിമാനവും ആവേശവും ഒരു ലേശം അഹങ്കാരം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണല്ലോ ഇത്. തീർച്ചയായും SKN അത് തന്നെയാണ്. ചരിത്രത്തിലേക്ക് പന്ത് തട്ടാനിറങ്ങുകയാണ് ഒരു മലയാളി താരം. ലോകകപ്പിൽ, ഫുട്ബോൾ ലോകകപ്പിൽ ആദ്യമായി ഒരു മലയാളി താരം കളിക്കാനിറങ്ങുന്നു എന്നുള്ളത് SKN സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് അഹങ്കാരവും അഭിമാനവും ഒക്കെ തന്നെയാണ്. സഞ്ജു സാംസണും ശ്രീശാന്തും ഒക്കെ തന്നെ ക്രിക്കറ്റ് വേൾഡ് കപ്പിലൊക്കെ തന്നെ ഇന്ത്യക്കായി ഇറങ്ങിയ മലയാളികളാണ്. പക്ഷേ ഫുട്ബോൾ ലോകകപ്പിൽ നമ്മളുടെ ഇന്ത്യ ഇതുവരെയും നമുക്ക് ലോകകപ്പിൻ്റെ ആ വിശ്വവേദിയിൽ പന്ത് തട്ടാനൊന്നും നമുക്ക് അവസരം കിട്ടിയില്ല. പക്ഷേ നമ്മളെ പ്രതിനിധീകരിച്ച് നമ്മുടെ ഒരു താരം, നമ്മുടെ ഒരു മലയാളി അവിടെ പന്ത് തട്ടാൻ ഇറങ്ങുകയാണ്. ഖത്തർ ടീമിന് വേണ്ടിയാണ് പക്ഷേ തഹസിൻ എന്ന ഈ തലശ്ശേരിക്കാരൻ കളിക്കുന്നത്. തഹസിൻ്റെ അച്ഛൻ ജംഷിദ് ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെ യൂണിവേഴ്സിറ്റി താരമാണ്. അദ്ദേഹം ഇപ്പോൾ ഖത്തറിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ, തഹസിൻ്റെ അമ്മ വളപട്ടണം സ്വദേശി ഷൈമയാണ്. ഇവർ ദീർഘനാളായി ഖത്തറിലാണ് താമസിക്കുന്നത്. ഈ തഹസിൻ ജനിച്ചതും വളർന്നതുമെല്ലാം ഖത്തറിലാണ്. അവിടുത്തെ ഖത്തറിലെ ജൂനിയർ ടീമുകളിലൊക്കെ തന്നെ പയറ്റി തെളിഞ്ഞ് അണ്ടർ-16, അണ്ടർ-17, അണ്ടർ-19 ടീമുകളിലൊക്കെ തന്നെ പയറ്റി തെളിഞ്ഞതോടുകൂടിയാണ് ഈ ലെഫ്റ്റ് വിങ്ങറെ ടീമിലെടുക്കാൻ ലുപ്പറ്റേഗി എന്നുള്ള വിഖ്യാതനായ പരിശീലകൻ, റയൽ മാഡ്രിഡിൻ്റെയും സ്പെയിൻ്റെയും ഒക്കെ തന്നെ പരിശീലകനായിരുന്ന ആ പരിശീലകൻ തീരുമാനമെടുക്കുന്നതും അങ്ങനെ ഈ മലയാളി താരത്തിന് നറുക്കു വീഴുകയും ചെയ്യുന്നത്. ഇനി കാത്തിരിക്കുന്നത് ഈ താരത്തിന് ലോകകപ്പ് ടീമിൽ 26 അംഗ ടീമിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് ആ പിച്ചിലിറങ്ങാൻ സാധിക്കുമോ? ആദ്യമായി പന്ത് തട്ടുന്ന മലയാളി താരം എന്ന ചരിത്ര നേട്ടത്തിൽ കൂടി എത്തുമോ എന്നുള്ളതാണ്. എന്തായാലും ലോകകപ്പ് കാണാൻ നമ്മൾ മലയാളികൾക്ക് ഒരു കാരണം കൂടിയുണ്ട്. കഴിഞ്ഞ തവണ ഖത്തർ എന്ന് പറയുന്നത് നമുക്ക് മറക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിച്ച ഇടമാണ്. അവിടെയാണ് കഴിഞ്ഞ തവണത്തെ വിശ്വവിഖ്യാതമായ ലോകകപ്പ് നടന്നത്. നമ്മൾ മലയാളികളടക്കം ധാരാളം പേർ പങ്കെടുത്ത അല്ലെങ്കിൽ കാണികളായി ചെന്ന ആ ലോകകപ്പ്. അപ്പോൾ ആ ഖത്തറിൻ്റെ പെരുമ വീണ്ടും മറ്റൊരു ലോകകപ്പിലേക്ക് കൂടി പടരുമ്പോൾ അവിടെയും ഒരു മലയാളി സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് SKN. താങ്ക് യു അനിൽ വാസുദേവ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.